Hello guys and welcome back to Best Car Picks. നമ്മളെല്ലാവരും കിയയുടെ പുതിയ കാരൻസ് ക്ലാവിസ് അഥവാ കാരൻസിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റഡ് മോഡലൊക്കെ വന്ന സമയത്ത് കണ്ടതാണ്. അത് അവർ കഴിഞ്ഞ ദിവസം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തിനാണ് ഇതിൻ്റെ പേരിങ്ങനെ മാറ്റിയിരിക്കുന്നത്, അതുപോലെ കാരൻസ് ഇനിയും എന്തിനാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഈ വീഡിയോയിലൂടെ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കിയ ഇപ്പോൾ കാരൻസിൻ്റെ വേരിയൻറ്റ്, അതായത് ഈ വണ്ടിയല്ല, ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയുടെ വേരിയൻസ് മൊത്തത്തിൽ അവരൊന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് ഇനിയും വിൽക്കണമെങ്കിൽ അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം അതൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ട്രാൻസ്മിഷൻ ഓപ്ഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ക്ലാവിസിൻ്റെ ലോഞ്ച് ഡേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞതിൻ്റെ കൂടെ തന്നെയാണ് അവർ കാരൻസിൻ്റെ ബാക്കി വേരിയൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുന്നത്. ബൈ ദ വേ, നിങ്ങൾക്ക് ഇൻ കേസ് അറിയില്ലെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ കിട്ടിയിരുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ക്ലാവിസ് ഈ മാസം അൺവീലും അടുത്ത മാസം, അതായത് ജൂൺ മാസത്തിലായിരിക്കും ലോഞ്ച് എന്നുമായിരുന്നു. എന്തായാലും അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് ഈ മാസം, അതായത് മെയ് 23-നാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത്. അന്നാണ് അവരിതിൻ്റെ ഫുൾ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽഡ് പ്രൈസ് ലിസ്റ്റ് എല്ലാ സമയത്ത് കിട്ടും. വേരിയൻസിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോഴും നമുക്കറിയാം. 7 വേരിയൻസ് ആണ് വരുന്നത്. എസ് ടി ഉണ്ട്, എസ് ടി കെ ഉണ്ട്, എസ് ടി കെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ എസ് ടി കെ പ്ലസ്, എസ് ടി എക്സ്, എസ് ടി എക്സ് പ്ലസ്, അങ്ങനെ കുറേ വേരിയൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ ഞാൻ കണ്ടുപിടിച്ചൊരു ചെറിയ ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പൊതുവേ അത്യാവശ്യം ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ടെങ്കിലും ഡീസൽ ഓട്ടോമാറ്റിക് ആകപ്പാടെ എസ് ടി കെ പ്ലസ് മോഡൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അത് വളരെ മോശമായി പോയി. എച്ച് ടി കെ പ്ലസ്സിൽ കൊടുക്കുന്ന ഓക്കെ, അറ്റ്ലീസ്റ്റ് എച്ച് ടി എക്സ് പ്ലസ്സിലും കൂടെ, അതായത് ടോപ്പ് എൻഡിലും കൂടെ ഒന്ന് കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഡീസൽ ഓട്ടോമാറ്റിക് എടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഡീസൽ എടുക്കണം, പക്ഷെ എന്നാൽ ഓട്ടോമാറ്റിക് വേണം എന്നുള്ളത് ഇങ്ങനത്തെ, പ്രത്യേകിച്ച് ഇതൊരു MPV ആണ്, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്, കംഫർട്ട് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക് വേണമെന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. സോ അത് അവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൺസിഡർ ചെയ്ത് ചെയ്യാമായിരുന്നു. പെട്രോൾ എന്തായാലും അങ്ങനെയല്ല, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സ്പ്ലിറ്റ് കിട്ടിയിട്ടില്ല. എന്തായാലും പ്രൈസിൻ്റെ സമയത്ത് അതൊക്കെ നോക്കാം. പക്ഷെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ക്ലാവിസിനെ പറ്റിയല്ല, കാരൻസിനെ പറ്റിയാണ്. കാരൻസിൻ്റെ അകത്ത് അവരിപ്പോൾ ക്ലാവിസ് ഇറക്കിയിരിക്കുമ്പം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തിയിരിക്കുന്നത്, ഇനി നിങ്ങൾക്ക് കാരൻസ് എങ്ങനെയാണ് വാങ്ങാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ക്ലാവിസ് വേണ്ട കാരൻസ് മതി എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കാരൻസിനകത്ത് ഇതിന് മുന്നേ ഇഷ്ടംപോലെ വേരിയൻസ് ഉണ്ടായിരുന്നു. പ്രീമിയം ഓപ്ഷനൽ, പ്രസ്റ്റീജ് പ്ലസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് 7 വേരിയൻസിനടുത്ത് കാരൻസിനകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആകെപ്പാടെ ഇപ്പോൾ ഒറ്റ വേരിയൻറ്റ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ബേസായ പ്രീമിയം ഓപ്ഷനിലാണ് അത്. അതായത് പറഞ്ഞു വരുമ്പം അങ്ങനെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നും ഇല്ല. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വണ്ടിയാണ് പ്രീമിയം ഓപ്ഷൻ വേരിയൻറ്റിൽ വരുന്നത്. 15-inch വീൽസാണ്, സ്റ്റീൽ വീൽസേ ഉള്ളൂ. അതുപോലെ LED ഹെഡ്ലൈറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അകത്താണെങ്കിൽ നമുക്കൊരു 8-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതാണ് ഈ വേരിയൻറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാം. റിയർ വ്യൂ ക്യാമറ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 4.2 inch സൈസുള്ള ഒരു TFT ക്ലസ്റ്ററും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതിൻ്റെ പെട്രോൾ മോഡൽ, അതായത് 1.5 NA പെട്രോളിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 11.4 lakhs ആണ്, ഓർ 11.41 lakhs ആണെന്ന് പറയും. ഇത് തന്നെ നമുക്ക് ഈ ഒരു മോഡൽ തന്നെ ഡീസൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1.5 ടർബോ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, അത് അല്ലെങ്കിൽ ടർബോ GDI എഞ്ചിനും അവൈലബിൾ ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി മുതൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒന്നും തന്നെ കിട്ടുന്നതായിരിക്കില്ല. ഇതിന് മുന്നേ നമുക്ക് കാരൻസിൽ ഡീസൽ ഓട്ടോമാറ്റിക്, അതുപോലെ 7 speed ഡ്യുവൽ ക്ലച്ച് 1.5 TGDയുടെ കൂടെയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അവരതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1.5 ടർബോ കിട്ടുന്നത് ആകപ്പാടെ IMT ട്രാൻസ്മിഷനിൽ മാത്രമാണ്. അത് മാനുവൽ കിട്ടുന്നില്ല. അതുപോലെ ഡീസൽ കിട്ടുന്നത് മാനുവൽ മാത്രമാണ്, ഓട്ടോമാറ്റിക് കിട്ടുന്നില്ല. പിന്നെ പെട്രോൾ 1.5 NA ആണെങ്കിലും അതും നമുക്ക് മാനുവൽ മാത്രമാണ് കിട്ടുന്നത്, ഓട്ടോമാറ്റിക്കലി കിട്ടുന്നില്ല. അത് പിന്നെ നേരത്തെ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നില്ലായിരുന്നു. ബേസ് 2 വേരിയൻസിൽ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ആയിരിക്കില്ല. എന്തായാലും ടർബോ പെട്രോൾ കുറച്ചും കൂടെ ആക്സസബിൾ ആയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ടർബോ പെട്രോൾ അവർ കുറേ കാലം കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം ഈ വണ്ടിയുടെ ഇപ്പോൾ ഉള്ള സ്പെക്കും അവർ മാത്രം ഓഫർ ചെയ്തിരിക്കുന്ന വേരിയൻറ്റ്, അതായത് പ്രീമിയം ഓപ്ഷൻ എന്ന് പറയുമ്പം മെയിനായിട്ട് ഫ്ലീറ്റ് യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അതായത് ആവശ്യത്തിനുള്ള സാധനം, ഇപ്പോൾ ടച്ച് സ്ക്രീൻ ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, റിയർ വ്യൂ ക്യാമറ. ഒരു ഫ്ലീറ്റ് വണ്ടി അല്ലെങ്കിൽ ടാക്സി വണ്ടി എന്നൊക്കെ പറയുമ്പം ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഇത് തന്നെ വളരെ കൂടുതലാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും വേണമെന്ന് തന്നെ നിർബന്ധമില്ലായിരിക്കും അവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് മെയിനായിട്ട് അതായിരിക്കും അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് വരുന്നത്. ഇനിയിപ്പോൾ ക്ലാവിസിൻ്റെ പ്രൈസ് വരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ഈ വണ്ടി ജനറൽ പബ്ലിക്കിന് ഇനിയും റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതൊക്കെ. ഇപ്പോഴത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഹനത്തിന് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇപ്പോഴും കിട്ടും. പക്ഷേ ഇനി ലേറ്റർ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ഇവരിത് ഫ്ലീറ്റ് യൂസിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ടാക്സി പർപ്പസിന് വേണ്ടി മാത്രമാക്കി വെക്കുകയോ എന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിനും സാധ്യതയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നില്ല ക്ലാവിസ് അപ്പുറത്തെ സൈഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അതിൻ്റെ ഒരു പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയായിട്ട് കാരൻസ് ആൾക്കാർ പോയി എടുക്കുമെന്ന്. കാരണം ഫീച്ചേഴ്സ് കുറവാണ്, പിന്നെ വേരിയൻസ് കുറവാണ്,
ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ ഇല്ല, ടർബോ പെട്രോൾ ആണെങ്കിലും മാനുവൽ ഇല്ല, IMT മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ക്യാരൻസ് മതി എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടെ കൂടിയ വേരിയൻറ്റും ഇതിനകത്ത് കിട്ടുന്നില്ല. ആകെപ്പാടെ ആ ഒരു സെക്കൻഡ് ബേസ് മോഡൽ മാത്രമാണല്ലോ ഉള്ളത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് 6 എയർ ബാഗ്സ്, ESP, ABS, EBD അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അത് പിന്നെ ക്യാരൻസ് ഇറങ്ങിയ സമയത്തൊണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. ഈവൻ ദോ ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ വാഹനത്തിന് ജസ്റ്റ് അതും ബെയർ മിനിമം ആയിട്ടാണ് 3 സ്റ്റാർസ് കിട്ടിയത്. പണ്ട് ഗ്ലോബൽ ഇൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്താണ് ഇവരുടെ ഈ നോംസ് ഒക്കെ അപ്ഡേറ്റ് ആവുന്നതിന് മുന്നേ. ഇപ്പോഴും ഏകദേശം ആ ഒരു അവസ്ഥയൊക്കെ തന്നെയായിരിക്കും. പുതിയ ഫേസ് ലിഫ്റ്റ് വണ്ടിയുടെ കാര്യം അറിയില്ല. അതിൻ്റെ അകത്ത് അവർ സ്ട്രക്ചറൽ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. കാരണം സിറോസിൻ്റെ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്തതായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിന് പിന്നെ നമ്മുടെ ഭാരത് ഇൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയല്ലോ. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ കാരൻസിൻ്റെ അവസ്ഥ. നിങ്ങൾ ക്ലാവിസ് അപ്പുറത്തെ സൈഡിലുള്ള സ്ഥിതിക്ക് കാരൻസ് അവൈലബിൾ ആണെങ്കിൽ വാങ്ങൂ എന്നുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ തന്നെ ഇവർ കാരൻസ് ഇപ്പോഴും നിലനിർത്താനായിട്ട് ഈ വണ്ടിയുടെ പേര് മാറ്റിയതിനെ പറ്റിയുള്ള അഭിപ്രായം കൂടെ പറയാം. എനിക്കെന്തോ പേര് മാറ്റിയത് അത്രയും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. നോർമൽ പേരിൽ കാരൻസ് ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ് ഇറക്കിയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ആൾക്കാർക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആവാൻ മാത്രമൊന്നും സംഭവിക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഹോണ്ട പഴയ സിറ്റിയും പുതിയ സിറ്റിയൊക്കെ ഒരുമിച്ച് വിറ്റതാണല്ലോ. ഇതും എന്തായാലും നോർമൽ പബ്ലിക് എടുക്കാൻ പോകുന്നില്ല കൺഫ്യൂഷൻ അടിക്കാനായിട്ട്. അപ്പോൾ പിന്നെ പുതിയൊരു പേര് ഒരു ചുമ്മാ കൊടുത്തു എന്ന് മാത്രം. എനിവേ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സൊക്കെ ചെക്കൗട്ട് ചെയ്താൽ അത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചാനൽ കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.